അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രിച്ചി തഞ്ചാവൂർ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 30 ശനിയാഴ്ച രാവിലെ 9 മണിയാവുന്നു. ഞാനിന്നിപ്പം ട്രിച്ചിയിൽ നിന്നും തഞ്ചാവൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. തഞ്ചാവൂരിൽ പോയിട്ട് തഞ്ചാവൂരിലെ പെരിയ കോവിലും ബാക്കി 1-2 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. രാവിലെ ജസ്റ്റ് ട്രിച്ചിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. നേരെ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നേരെ തഞ്ചാവൂരിലേക്ക് നമുക്ക് പോകാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ട്രെയിനും നോൺ സ്റ്റോപ്പ് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ ട്രിച്ചിയിൽ നിന്ന്. അപ്പോൾ തഞ്ചാവൂർ തന്നെ പോയി സ്റ്റേ ചെയ്യണമെന്നില്ല. ട്രിച്ചിയാണ് കുറച്ചുകൂടെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ട്രിച്ചിയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തഞ്ചാവൂർ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നേരെ തഞ്ചാവൂർ. അങ്ങോട്ട് ഞാൻ ബസ്സിലാണ് പോണത്, തിരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ തഞ്ചാവൂരിലുള്ള കുറച്ച് അടിപൊളി കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും. സ്റ്റേ ട്യൂൺ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഛത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് തഞ്ചാവൂരിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ഒരു ഛത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ടൗൺ ബസ് സ്റ്റാൻഡിലോട്ട് വരണം. അവിടെ നിന്നുമാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു തഞ്ചാവൂർ ഏരിയയിലേക്കുള്ള ഇൻ്റർസിറ്റി ബസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടൗൺ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ഇനിയിപ്പോൾ തഞ്ചാവൂർ ബസ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു ഇൻ്റർ സിറ്റി ബസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ പല വേറെ ഡിഫറെൻറ്റ് സിറ്റീസിലോട്ടും സ്റ്റേറ്റിലോട്ടും ഒക്കെ ഉള്ള വണ്ടികൾ നമുക്ക് കാണാം. ഇവിടെ കർണാടക RTC ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി തഞ്ചാവൂരിലേക്കുള്ള ബസ് പിടിക്കണം. എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് AC ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ടിക്കറ്റ് റേറ്റ് ഏതാണ്ട് 60 രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊന്നും വലിയ രീതിയിൽ കാണാൻ പറ്റില്ല. AC ബസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തഞ്ചാവൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ഈ ഒരു AC ബസ്സിനകത്താണ് വന്നത്. 60 രൂപയാണ് ആക്ച്വലി ട്രിച്ചിയിൽ നിന്ന് തഞ്ചാവൂർ വരെ വരാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള നമ്മുടെ എന്താ പറയുക പെരിയ കോവിലിലോട്ട്. അപ്പോൾ നമുക്കത് ഇവിടുന്ന് ബസ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബസ് കയറിയിട്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകണം. ഏതാണ്ട് 7 കിലോമീറ്റർ ഉണ്ട് ആക്ച്വലി. ഇവിടെ 2 ബസ് സ്റ്റാൻഡുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ വന്നത്. ഇൻ്റർസിറ്റി ബസ്സുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലോക്കൽ ബസ് പിടിച്ചിട്ട് പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നേരെ ഈ പറയുന്ന ടെമ്പിളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള കാഴ്ചയെ കണ്ട ഇങ്ങനെയാണ് സംഭവം. ഇതാണ് നമ്മൾ വന്ന ബസ്. അപ്പോൾ അടുത്ത പരിപാടി നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ആക്ച്വലി ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബസ് സ്റ്റാൻഡ് കാണും. അവിടുന്ന് നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിലോട്ട് ലോക്കൽ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ബസ്സുകൾ വന്നു പോകുന്നൊരു ഏളം കണക്കൊരു സംഭവമാണ്. ഇതാണ് ബസ്. അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെയോ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയോ പോകുമെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് കയറട്ടെ. അപ്പോൾ ഞാൻ ബസ്സിൽ ഇവിടെ അടുത്ത് വന്നിറങ്ങിയിട്ട് പെരിയ കോവിലിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ബസ് സ്റ്റാൻഡ് വരെ പോകണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ പെരിയ കോവിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ടെമ്പിളിലോട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബോർഡ് വെച്ചേക്കുന്നത് കാണാം. ബിഗ് ടെമ്പിൾ പെരിയ കോവിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നല്ലത്. പഴയ ബോർഡും ഉണ്ട്, പുതിയ ബോർഡും ഉണ്ട് കേട്ടോ. തഞ്ചാവൂർ മെഡിക്കൽ കോളേജൊക്കെ ഇങ്ങോട്ടാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മൾ ടെമ്പിളിൻ്റെ ഔട്ടർ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ മകുടവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പുറമേയുള്ള ആ ഒരു എൻട്രൻസ് കാര്യങ്ങൾ, ഭിത്തി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രണ്ടിലത്തെ ആ ഒരു മകുടവും ഗോപുരവും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. കിടിലൻ ഫുള്ള് കരിങ്കല്ലിലാണ് ഈ ഒരു സംഭവം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു ബിഗ് ടെമ്പിൾ പണ്ടത്തെ ചോള സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ. അടിപൊളി. അതിൻ്റെ ബാക്കിലെ പെരിയ കോവിൽ സംഭവം എല്ലാം കാണാം. നൈസ്.
അപ്പോൾ ഇതേ നമ്മൾ പെരിയ കോവിലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കേട്ടോ ഭയങ്കര ഒരു കോട്ടയാണത്. ആക്ച്വലി രാജരാജ ചോളൻ പണി കഴിപ്പിച്ച ചോള സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, മാർത്ത ഗേറ്റ് വേ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ ഫസ്റ്റ് എൻട്രൻസ് ടു ദ ബൃഹദീശ്വര ടെമ്പിൾ നോൺ ആസ് മാർത്ത ഗേറ്റ് വേ. അപ്പം ഈ ഒരു ഇതിൻ്റെ പേരാണ് കേട്ടോ സംഭവം, മാർത്ത ഗേറ്റ് വേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിന് ചുറ്റുമുള്ളൊരു കോട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേ കണ്ടില്ലേ, മാർത്ത ഗോപുരം, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സംഭവം. അപ്പോൾ ഇനിയിപ്പം അകത്തോട്ട് കയറട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഗോപുരത്തിൻ്റെ പേര് കേരളത്തങ്കൻ തിരുവാസൽ എന്നാണ്. ഇത് ചേരാസ് കേരളാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കിങ് രാജരാജ ചോളൻ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളുടെ വിക്ടറിയയുടെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഗോപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ ആ ഒരു എൻട്രൻസ്. പിന്നെ ഇപ്പോൾ അകത്തോട്ട് കയറണം കേട്ടോ. ഇവിടെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഗോപുരമുണ്ട്. അതിനും അകത്തായിട്ടാണ് ആ ഒരു ടെമ്പിൾ ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ ശിവ എന്നുള്ള ഒരു പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നൈസ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ക്ലോക്ക് റൂമിൽ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം ഷോപ്പ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ലോക്ക് റൂമൊക്കെ അവൈലബിൾ ആണ്. ഒരു ജോഡി ചെരുപ്പിന് 3 രൂപയാണ് ആക്ച്വലി. അപ്പോൾ ആ ചെരുപ്പ് നമുക്ക് അവിടെ വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ ആദ്യത്തെ ആ എൻട്രൻസും അതിൻ്റെ അടുത്തുള്ള ആ ഒരു മകുടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നുണ്ട്. ചെരുപ്പിടാതെ നടക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ടോയ്ലറ്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിൽ ആ ഒരു വലിയ മകുടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അകത്തോട്ട്. നല്ല വെയിലുണ്ട്. കഴിഞ്ഞ ദിവസവും എന്താ പറയുക, ശ്രീരംഗം അമ്പലത്തിൽ പോയിട്ട് നടന്നിട്ടും കാലൊക്കെ ഒരേ വേദനയായിരുന്നു. അയ്യോ പിടിച്ചിട്ടേ. അപ്പോൾ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളിത് മെയിൻ എൻട്രൻസ് കയറിയിട്ട് അമ്പലത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. ഈ ഒരു ഗോപുരം കൂടി കടന്നു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിനകത്താണ് കേട്ടോ. കയറി വരുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു നന്ദി വിഗ്രഹവും അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഗോപുരവും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളി. അകത്തോട്ട് പോട്ടെ. ഇപ്പോൾ തറയിൽ അവർ ഇതേക്കുള്ളൊരു മാറ്റ് വിരിച്ചിട്ട് അത് നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി നടക്കാനാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, നടന്നു പോകാനായിട്ട് പറ്റും. ആൻഡ് കണ്ടില്ലേ ടെമ്പിൾ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 12:30 മണിയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടയ്ക്കും കേട്ടോ. 12:30 മണി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള ആ ഒരു ചോളരാജ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുമോ. AD 1013-ലോ 14-ലോ ആണ് ഈ ഒരു ക്ഷേത്രം പണി കംപ്ലീറ്റ് ആയത്. നമ്മുടെ പൊന്നിയൻ സെൽവനൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അതിനകത്തുള്ള അതേ ആളാണ് രാജരാജ ചോളൻ 1 ആണ് ഈ ഒരു ക്ഷേത്രം ഫുള്ള് പണി കഴിപ്പിച്ച് സെറ്റാക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു ചോള സാമ്രാജ്യത്തിൻ്റെ ആ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ഒരു ഒറ്റക്കല്ലിൽ തീർത്തൊരു നന്ദി വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മെയിൻ ഗോപുരവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ചുറ്റുമുള്ള കോട്ടകളും ഗോപുരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ നോക്കി ആൾക്കാരൊക്കെ ഇരുന്ന് എന്തോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വെയിലത്ത് എങ്ങനെ ഇരുന്നിട്ട്. എൻ്റെ മോനെ കണ്ടില്ലേ. അങ്ങനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഇടം നേടിയിട്ടുള്ള ബൃഹദീശ്വര ടെമ്പിൾ അഥവാ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം എന്താ പറയുക, ആ ഒരു മെയിൻ ഗോപുരത്തിന് ഏകദേശം 66 മീറ്റർ ഉയരമാണുള്ളത്. അതിന് ഏറ്റവും മുകളിലായിട്ടൊരു മകുടം കാണാനായിട്ട് പറ്റും. അതൊരു ഒറ്റ കല്ലിൽ തീർത്ത മകുടമാണ്. ഏകദേശം 82 ടൺ എന്ന് പറയുമ്പോൾ ഏകദേശം 74,000 കിലോഗ്രാം അത്രയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ടെമ്പിളിൻ്റെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ നീളത്തിലൊരു ചരിവ് തലം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഉരുട്ടിയാണ് ആ ഒരു ഒറ്റ കല്ല് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രകാരന്മാരൊക്കെ പറയുന്ന സംഭവം. അതുപോലെ തന്നെ അവിടെ ഒരു എന്താ പറയുക നന്ദി വിഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ഒറ്റ കല്ലിലുള്ളൊരു നന്ദിയാണ് കേട്ടോ. അതിനും ഏകദേശം എത്രയാണ് 35 ടൺ ഭാരമോ അത്ര എങ്ങാണ്ടുണ്ട് ആ ഒരു ഒറ്റക്കൽ നന്ദിക്ക് ഉള്ള സംഭവം. പിന്നീട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഒരു രക്ഷമില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന രാജരാജേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവുടയാർ കോവിലിനൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് അറിയപ്പെട്ടിരുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് അത് പെരിയ കോവിൽ നിന്നും തഞ്ചാവൂർ എന്താ പറയുക രാജരാജേശ്വരം കോവിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്.
ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ്, അതായത് നമ്മുടെ പൊന്നിയൻ സെൽവൻ. പുള്ളിയാണ് ഈ ഒരു സംഭവം പണി കഴിപ്പിച്ചത്. 985 പണി തുടങ്ങിയത് 1013 ഇതിൻ്റെ ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയത്. ശിവനാണ് ഇവിടുത്തെ പൂർണ്ണമായ പ്രതിഷ്ഠ. ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഈ ഒരു സംഭവം ഇവിടെ നിർമ്മിക്കപ്പെട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. പരമശിവൻ്റെ ലിംഗരൂപത്തിലുള്ള പ്രതിമയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. അയ്യോ, അടിപൊളി. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ചോളരാജ്യന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമായിരുന്നു ഈ ഒരു സംഭവം. നൈസ്. അപ്പോൾ ഏകദേശം എന്താ പറയുക, ഈ ഒരു ടെമ്പിൾ ഒരു 6ഓളം ഭൂമികുലുക്കവും അതുപോലെ തന്നെ ഒരു വലിയ തീപിടുത്തവും ഒക്കെ അതിജീവിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. നമുക്കിത് ഇവിടുന്ന് ആ ഒരു രണ്ട് ഗോപുരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ആ ഒരു പെരിയ കോവിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളി. അതുപോലെ തന്നെ ഈ ഒരു ഉച്ച സമയത്ത് ഈ ഒരു മകുടത്തിൻ്റെ നിഴലൊന്നും താഴെ വീടില്ല. അപ്പോൾ ആ ഒരു നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ ആ ഒരു സംഭവമാണ്. ആ ഒരു മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയങ്ങളിൽ ഇതിൻ്റെ താഴെ പതിക്കില്ല എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം കറക്റ്റ് നട്ടുച്ചയാണ്, ഏകദേശം 12 മണിയാവുന്നു. ആ സമയത്തുള്ളൊരു വ്യൂ ആണ്, അതേ കണ്ടില്ലേ. ഇവിടെ കുറേയധികം ശിവലിംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതേ കണ്ടില്ലേ. ആൻഡ് നമ്മുടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടുന്ന്. അപ്പോൾ അവിടുത്തെ കുറേ നർത്തകിമാരൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ചോളരാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ ഒരു ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ഈ നർത്തകിമാരും വാദ്യ വിഭൂഷകന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ സ്ഥിരമായി താമസിച്ച് ഡാൻസും പാട്ടും സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതിന് ഈ ഒരു ചുറ്റുമുള്ള ഏരിയയിലുള്ള ആ ഒരു താമസ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനങ്ങനെ ഈ ഒരു കോവിലിന് ചുറ്റുമുള്ള ഈ ഒരു എന്താ പറയുക ചുറ്റമ്പലം കണക്കുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ കൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിനകത്ത് ചൂടും കാര്യങ്ങളൊന്നുമില്ല, വൈബാണ്. അപ്പോൾ അതേ ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലുള്ള സ്ഥലവും അതിന് അടുത്തുള്ള ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനകത്ത് വേറെ കുറേ അധികം പ്രദക്ഷിണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഗണപതി, ശിവൻ, അതുപോലെ തന്നെ പാർവതി അങ്ങനെയൊക്കെ വെക്കുന്ന കണക്ക് ഈ ഒരു പെരിയ കോവിലിന് ചുറ്റുമായിട്ട് കുഞ്ഞ് അമ്പലങ്ങൾ വെച്ചിട്ട് അതിനകത്ത് മറ്റ് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ കോവിലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നേരെ മുമ്പിലോട്ട് നമുക്ക് ആ ഒറ്റക്കല്ലിൽ ചേർത്ത നന്ദിയുടെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് ഇതേ ഒരു കോവിലും അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒറ്റക്കല്ലിൽ ചേർത്ത നന്ദിയുടെ വിഗ്രഹം നമുക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് മുമ്പിലായിട്ട് കോവിലും. അപ്പോൾ അതായത് നന്ദിയുടെ വിഗ്രഹവും അതിന് മുമ്പിലായിട്ട് നമ്മൾ കയറി വന്ന ആദ്യത്തെ ഒരു ഗോപുരവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ ഇട്ടോ. ഇൻ കേസ് പ്രസാദമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു തഞ്ചാവൂരിലെ തലയാട്ടും ബൊമ്മകൾ ആൾക്കാർ മേടിക്കാറുണ്ട്. ഇവിടെ പല ടൈപ്പിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ആടുപോലെ സംഭവം. അപ്പോൾ പെരിയ കോവിലിനൊക്കെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നേരെ പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ സമയമുണ്ടെങ്കിൽ തഞ്ചാവൂർ മാർത്താ പാലസിൽ പോകാനാണ് പ്ലാൻ ആക്കിയത്. 4:30ക്കാണ് തഞ്ചാവൂരിൽ നിന്ന് തൃച്ചിക്ക് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബസ് വേണം, നേരെ പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ. അങ്ങനെ തഞ്ചാവൂരിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ആക്ച്വലി.
എൻ്റെ ഫ്രണ്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അല്ല, അതിൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ അകത്തോട്ട് കയറട്ടെ. അപ്പോൾ നമ്മുടെ ട്രിച്ചി ശ്രീരംഗം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ കറണ്ടിൽ തിരുച്ചിനപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്കുള്ള ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം മറ്റൊരു യാത്രയും മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്.